ക്ഷേത്ര ദർശനം പൂർത്തീകരിച്ച് തീർത്ഥം വാങ്ങി സേവിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ചന്ദനം വാങ്ങി അണിയുന്നതിലും ചില പ്രത്യേക ചിട്ടവട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഈ ചന്ദനവും ഭസ്മവും കുങ്കുമവുമൊക്കെ എന്തിന് പ്രതീകങ്ങളാണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. ചന്ദനം വിഷ്ണു പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ അത് അണിയുന്നത് നെറ്റിയിൽ ലംബമായിട്ട് വേണം. അതായത് വിഷ്ണു ഭഗവാന്റെ നെടുനായകത്വം പ്രതിനിധീകരിക്കുന്ന തരത്തിൽ ലംബമായി വേണം ചന്ദനം നെറ്റിയിൽ അണിയേണ്ടത്. അതുപോലെ ഭസ്മം അണിയേണ്ടത് ശിവപ്രതീകമായിരിക്കുന്നത് കൊണ്ട് തന്നെ നെറ്റിയിൽ കുറുകെ ത്രിപുണ്ഡമായി വേണം അതണിയേണ്ടത്. പിന്നെ കുങ്കുമം, അത് ദേവീ പ്രതീകമാണ്. ഇത് നെറ്റിയിൽ ബിന്ദുരൂപേണ വൃത്താകൃതിയിൽ വേണം അണിയേണ്ടത്. ചന്ദനവും കുങ്കുമവും ചേർത്ത് ധരിക്കുന്നതിലൂടെ ലക്ഷ്മി നാരായണ പ്രതീകമാവുകയും ഭസ്മവും കുങ്കുമവും ചേർത്ത് അണിയുമ്പോൾ അവിടെ ശിവശക്തി സ്വരൂപവും, ഇനി ചന്ദനവും കുങ്കുമവും ഭസ്മവും ഒന്നിച്ചു ചേർത്ത് അണിയുമ്പോൾ അവിടെ ത്രിപുരസുന്ദരി പ്രതീകവുമാകുന്നു. ചന്ദനക്കുറി തൊടുന്നതിൽ പ്രത്യേക സ്ഥാനങ്ങൾ നിർണയിച്ചിട്ടുണ്ട് ശരീരത്തിൽ. നെറ്റി, കഴുത്ത്, മാറിടം, ഇരു കൈകളുടെയും കൈത്തണ്ട അല്ലെങ്കിൽ തോൾഭാഗം, ഇങ്ങനെ 5 സ്ഥാനങ്ങളിൽ വേണം നാം ചന്ദനം കുറി അണിയേണ്ടത്. ക്ഷേത്രത്തിലായാലും അല്ലെങ്കിൽ നമ്മൾ വീട്ടിലായാലും ഇങ്ങനെ ചന്ദനക്കുറി തൊടുന്നതിൻ്റെ ചെറിയ ഒരു നിസ്സാര കാര്യമായിരിക്കുന്നതിൻ്റെ ബൃഹത്തായ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ അവയുടെ ആത്മീയമായിട്ടുള്ള ഓരോ ഫലങ്ങളും നമ്മളിലേക്ക് പൂർണ്ണമായി എത്തിച്ചേരും. ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങുന്ന ചന്ദനമായാലും ഭസ്മമായാലും അവയൊക്കെയും തന്നെ ഭഗവാന്റെ വിഗ്രഹത്തിൽ അണിഞ്ഞിട്ട് തരുന്നതായതുകൊണ്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹ സ്ഫുരണങ്ങൾ നമ്മളിലേക്ക് എത്തിപ്പെടുന്നതാണ്.